Hi students, welcome back to Social Science Classroom. In the last class we have completed 8th chapter. Today let us start new chapter, 9th chapter, Gandhiji and Freedom Struggle. Gandhiji and Freedom Struggle. Okay, let us read it. ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ തന്നെ ഒരു കുറിപ്പാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. നമുക്കാദ്യം അത് വായിച്ച് നോക്കാം. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ്. അതിൽ ഫസ്റ്റ് തന്നെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് വായിച്ച് നോക്കാം. എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. There was a huge crowd at Vaikam and along the shore of Kayal. വൈക്കം ബോട്ട് ജെട്ടിയിലും അതുപോലെ തന്നെ കായലിൻ്റെ തീരത്തും ധാരാളം ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. മൈ ഫെലോ സ്റ്റുഡൻസ് ആൻഡ് ഐ സംഹൗ മാനേജ് ടു വേർഡ്സ് ത്രൂ ദ ക്രൗഡ്. ഞാനും എൻ്റെ കൂട്ടുകാരും ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ മുന്നോട്ട് നീങ്ങി. ഐ കുഡ് സ്പോട്ട് ഗാന്ധിജി ഇൻ ദ ബോട്ട് ഈവൻ ഫ്രം ദ ഡിസ്റ്റൻസ്. വളരെ ദൂരെ നിന്ന് തന്നെ ഗാന്ധിജി ബോട്ടിൽ വരുന്നത് ഞാൻ കണ്ടു. ദ മോബ് റോഡ് ലൈക്ക് ദ സീ. അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ സമുദ്രം കണക്കെ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അല്ലേ. സമുദ്രത്തെ പോലെ അലറിക്കൊണ്ടിരുന്നു. എന്താണ്? മഹാത്മാഗാന്ധി കി ജയ്. അവർ മഹാത്മാഗാന്ധി കി ജയ് എന്ന് അവർ ഉറക്കെ ഉറക്കെ മുദ്രാവാക്യമായി വിളിച്ചുകൊണ്ടിരുന്നു. ദ ഹാഫ് നേക്കഡ് ഫക്കീർ. അർദ്ധനഗ്നനായ ആ ഫക്കീർ സ്മൈൽഡ്, ചിരിച്ചു. റിവീലിംഗ് ഹിസ് ടൂത്ത്ലെസ് ഗം. അദ്ദേഹത്തിൻ്റെ പല്ല് കൊഴിഞ്ഞു പോയ ആ മോണ കാട്ടി അദ്ദേഹം ഈ ജനക്കൂട്ടത്തെ നോക്കി ചിരിച്ചു. ഗ്രീറ്റിംഗ് ദ മോബ് ഹി അലൈറ്റഡ് ആൻഡ് സ്ലോലി ഗോട്ട് ഇൻ ടു ആൻ ഓപ്പൺ കാർ. ജനങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ബോട്ടിൽ നിന്നിറങ്ങിയ അദ്ദേഹം എവിടേക്ക് കയറി? ഒരു തുറന്ന കാറിലേക്ക് കയറി. The car slowly made its way through the crowd to the Satyagraha ashram. ആ കാറ് പതുക്കെ ജനക്കൂട്ടത്തിനിടയിലൂടെ സത്യാഗ്രഹ ആശ്രമത്തിലേക്ക് നീങ്ങി. Amidst the commotion, വല്ലാത്ത ആരവമാണ് അവിടെ കണ്ടത്. അദ്ദേഹം കാറിലൂടെ ആശ്രമത്തിലേക്ക് നീങ്ങുമ്പോൾ വല്ലാത്ത ആരവമാണ് അവിടെ കാണുന്നത്. ഐ ലോങ്ഡ് ഫോർ സംതിങ് സ്ട്രേഞ്ച്. എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ആഗ്രഹവും ആ സമയത്ത് തോന്നി. അത് സ്ട്രേഞ്ചാണ്. വേണോ വേണ്ടയോ എന്ന് ആശങ്കപ്പെടുത്തുന്ന ഒരു ആഗ്രഹം എനിക്ക് തോന്നി. ഐ എയിംഡ് ടു ടച്ച് ദ റിവേർഡ് മഹാത്മാ. ലോകവന്ധ്യനായ ആ മഹാത്മാവിനെ എനിക്കൊന്ന് തൊടണം. ഐ ഫെൽറ്റ് ഐ വുഡ് ഡൈ ഇഫ് ഐ ഡോണ്ട് ഇറ്റ്. അത് ചെയ്തില്ലെങ്കിൽ ഞാനിപ്പം മരിച്ചു പോകും എന്നെനിക്ക് തോന്നി. ആ മഹാത്മാവിനെ ഒന്ന് തൊടണം. എനിക്ക് തൊടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ മരിച്ചു പോവോ എന്നൊരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ വന്നു. വാട്ട് ഇഫ് സംവൺ നോട്ടീസസ്. ഇനി തൊട്ട് ആരെങ്കിലും കണ്ടാലോ? ഞാൻ ആൾക്കൂട്ടത്തിനിടയിലൂടെ പോയിട്ട് അദ്ദേഹത്തെ തൊട്ടാൽ ആ തൊടുന്നത് ആരെങ്കിലും കണ്ടാലോ? ഐ ഗ്രൂ നെർവസ്. അതിലും എനിക്ക് വലിയ വേവലാതികൾ തോന്നി. ഐ ജെന്റ്ലി ടച്ച്ഡ് ഹിസ് റൈറ്റ് ഷോൾഡർ. അവസാനം ഞാൻ ആ മഹാത്മാവിൻ്റെ വലത്തെ ഷോൾഡറിൽ ഒന്ന് തൊട്ടു. ഐ സ്റ്റാഗേർഡ് ആൻഡ് കോട്ട് ഹിസ് റിസ്റ്റ് ടു സ്റ്റഡി മൈസെൽഫ്. ഞാൻ വീഴാൻ പോയപ്പോൾ നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് പിടിച്ചതാവട്ടെ ആ മഹാത്മാവിൻ്റെ കൈകളിലായിരുന്നു. അപ്പോൾ സ്റ്റഡി ആയിട്ടൊരു നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് വീഴാൻ പോയപ്പോൾ പിടിച്ചതും മഹാത്മാവിൻ്റെ കയ്യിലായിരുന്നു. ഗാന്ധിജി സ്മൈൽഡ് അറ്റ് മീ. ഗാന്ധിജി എന്നെ നോക്കി ചിരിച്ചു. ദാറ്റ് ഈവനിങ്, ആ രാത്രിയിൽ, ആ വൈകുന്നേരം, ഐ നഷ്ഡ് ഹോം. ഞാൻ വീട്ടിലേക്ക് ചെന്നു. ആൻഡ് പ്രൗഡ്ലി സെഡ് ടു മൈ മദർ. അഭിമാനത്തോടു കൂടി ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഐ ടച്ച്ഡ് ഗാന്ധിജി. ഉമ്മ, ഞാൻ ഗാന്ധിജിയെ തൊട്ടു. വളരെ അഭിമാനത്തോടു കൂടി ഞാനത് പറഞ്ഞു. ഓക്കെ, വൈക്കം സത്യാഗ്രഹ നടത്തുന്ന വേദിയിലേക്ക് വന്ന ഗാന്ധിജിയെ തൊട്ട ഒരു അനുഭവമാണ്.
ഇതാര് പറഞ്ഞതെന്നറിയാം? അഡോപ്റ്റഡ് ഫ്രം അമ്മ എന്ന ഭാഗത്തിൽ നിന്ന് എടുത്തതാണ്. അൻ ഓട്ടോബയോഗ്രഫിക്കൽ എക്സ്ട്രാക്ട് ഫ്രം ഓർമ്മക്കുറിപ്പ് എന്ന ആത്മകഥയിൽ നിന്നെടുത്തതാണ്. ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന ആത്മകഥയിലെ ഒരു ഭാഗമാണ് അമ്മ എന്ന ഭാഗത്ത് നിന്നെടുത്ത കുറിപ്പാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ഗാന്ധിജിയെ കാണാൻ പോയ ആ ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എത്രത്തോളം ഗാന്ധിജി ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിരുന്നു എന്ന് നമുക്കിതിനകത്ത് നിന്ന് മനസ്സിലാക്കാം, അല്ലേ? നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് 3 ഘട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ എക്സ്ട്രീമിസ്റ്റാണ്, അല്ലേ? ഒന്നാമത്തെ മോഡറേറ്റിൻ്റെ ഘട്ടമാണ്, പിന്നീട് എക്സ്ട്രീമിസ്റ്റാണ്, പിന്നീട് 3ാമത്തെ ഘട്ടമാണിത് ഗാന്ധിയൻ എറ. അതിൽ ആദ്യത്തെ 2 നമ്മൾ പറഞ്ഞു. മോഡറേറ്റ് കാലഘട്ടത്തിലെ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളുടെയും നീക്കുപോക്കുകൾ എങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞ് എക്സ്ട്രീമിസ്റ്റിൻ്റെ സമയത്ത് നീക്കുപോക്കുകൾ എങ്ങനെയായിരുന്നു, അതും കഴിഞ്ഞ് ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ 3rd ഫേസ് ഗാന്ധിയൻ എറ, ഗാന്ധിയൻ ഫേസിൽ അതിൻ്റെ നീക്കുപോക്കുകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് റീഡ് ഇറ്റ്. We have discussed the moderate and extremist phases of Indian national movement. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. The third phase of national movement began with the arrival of ഗാന്ധിജി. അതിൻ്റെ 3ാം ഘട്ടം തുടങ്ങുന്നത് ഗാന്ധിജി വരുന്നതോട് കൂടിയിട്ടാണ്. ദ പീരീഡ് ബിറ്റ്വീൻ 1919 to 1947. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ ഇറ എന്ന രീതിയിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. വെൻ ഗാന്ധിജി ലെഡ് ദ മൂവ്മെൻറ്റ് ഇസ് നോൺ ആസ് ഗാന്ധിയൻ ഫേസ്. 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തിൽ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ നയിച്ച കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗാന്ധിയൻ ഫേസ്, ഗാന്ധിയൻ ഇറ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത സബ്ഹെഡിങ് നോക്കാം. ഗാന്ധിജിസ് എൻട്രി ഇൻ ടു ദ നാഷണൽ മൂവ്മെൻറ്റ്. എങ്ങനെയാണ് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് എത്തിപ്പെട്ടത് എന്ന് നോക്കാം. ആഫ്റ്റർ ആൻ ഇവൻറ്റ്ഫുൾ സ്റ്റേ ഇൻ സൗത്ത് ആഫ്രിക്ക ഫോർ മെനി ഇയേഴ്സ്, അല്ലേ? ഗാന്ധിജി പഠനാവശ്യത്തിന് വേണ്ടി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോവുകയും സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന നിറത്തിൻ്റെ പേരിലും വംശത്തിൻ്റെ പേരിലുമൊക്കെ നടക്കുന്ന ഡിസ്ക്രിമിനേഷനെതിരെ വളരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുകയും സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് തന്നെ വളരെ ശ്രദ്ധ നേടുകയും ചെയ്ത ഒരു നേതാവായിരുന്നു ആര്? ഗാന്ധിജി. അങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് എന്നാണ്. ഗാന്ധിജി റിട്ടേൺ ടു ഇന്ത്യ ഓൺ 9th January 1915. 1915 ജനുവരി 9 അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. ഹി ട്രാവൽഡ് the length and breadth of the country to discover India and to discern the problem of Indians. അദ്ദേഹം ആദ്യം എന്താ ചെയ്തത്? ഇപ്പോഴുള്ള നേതാക്കന്മാരൊക്കെ ചെയ്യുന്ന പോലെ ആദ്യത്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുമായിട്ട് കൂടിയാലോചന നടത്തി അവരുടെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ MLA MP സ്ഥാനമൊക്കെ ഉറപ്പുവരുത്തിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന ഒരു രീതി ആയിരുന്നില്ല ഗാന്ധിജി ചെയ്തത്. ഗാന്ധിജി എന്താ ചെയ്തത്? ഗാന്ധിജി വന്നിട്ട് ആദ്യം തന്നെ ഇന്ത്യയിലുടനീളം അദ്ദേഹം സന്ദർശിച്ചു. ഇന്ത്യയുടെ നീളം കശ്മീർ മുതൽ കന്യാകുമാരി വരെയും അതുപോലെ തന്നെ ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെയും ഒക്കെയുള്ള ഭാഗങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. വീതിയും നീളവുമൊക്കെ അതാണ് ഉദ്ദേശിച്ചത്. ഇന്ത്യ ഉടനീളം അദ്ദേഹം സന്ദർശിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യക്കാരുടെ യഥാർത്ഥ അവസ്ഥയും പ്രശ്നങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഗാന്ധിജി ലെഡ് ആൻഡ് എക്സംപ്ലറി ലൈഫ് ഓഫ് സിംപ്ലിസിറ്റി. ഗാന്ധിജി വളരെ ലാളിത്യപൂർണമായ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ യാത്രയിലാണെങ്കിലും നടപ്പിലും ഇരിപ്പിലും ഒക്കെ എന്തായിരുന്നു? അദ്ദേഹം ഒരു വളരെ ലളിതമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. ഹി ഇൻട്രാക്റ്റഡ് വിത്ത് ദ കോമൺ പീപ്പിൾ ഇൻ ദിയർ ലാംഗ്വേജ്. അദ്ദേഹം ഓരോ ഇന്ത്യയിലെ പല ഭാഗത്തുള്ള ആളുകളെയും സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് അവരുടെ ഭാഷയിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? സംസാരിച്ചു. ഹി ഡിവൈസ്ഡ് എ യുണീക്ക് മെത്തേഡ് ഓഫ് നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ് നോൺ ആസ് സത്യാഗ്രഹ. എല്ലായിടത്തും അദ്ദേഹം ഒരു രീതിയാണ് എന്തിനുള്ളതാണ്?
നോൺ വയലൻറ്റ് റെസിസ്റ്റൻസാണ്. ഏതൊരു അനീതിയെയും ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധമായിട്ട് അദ്ദേഹം തീർത്തത് നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസാണ്. ആ നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ് അറിയപ്പെടുന്നതാണ് സത്യാഗ്രഹ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമരമാർഗമായിട്ട് അദ്ദേഹം സ്വീകരിച്ചത് എന്തായിരുന്നു? സത്യാഗ്രഹ എന്നുള്ള രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. He established the Sabarmati Ashramam at Ahmedabad in Gujarat for the propagation of his ideas. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സബർമതി എന്ന പേരിൽ അദ്ദേഹം ഒരു ആശ്രമം പണിതുയർത്തി. The leadership of Gandhiji led to massive participation of people in the national movement. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷമാണ് സാധാരണക്കാരായിട്ടുള്ള ധാരാളം ആളുകൾ ഏതിലേക്ക് വന്നിട്ടുള്ളത്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ സത്യാഗ്രഹ എന്താ എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്താണ് സത്യാഗ്രഹ? ഗാന്ധിജിയുടെ സമരമാർഗമായിരുന്നു സത്യാഗ്രഹ, അല്ലേ? ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താണ് സത്യാഗ്രഹം നോക്ക്. സത്യാഗ്രഹ മീൻസ് ഹോൾഡിംഗ് ട്രൂത്ത് ഫേംലി. സത്യത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് സത്യാഗ്രഹ. ഇറ്റ് ഈസ് ഫൗണ്ടഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് നോൺ വയലൻസ്. അക്രമത്തിന് എതിരായിട്ടുള്ള ഒരു തത്വമായിട്ടാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. നോൺ വയലൻസാണ്, അക്രമരഹിതമായിട്ടുള്ള ഒരു തത്വമായിട്ടാണിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ദ സത്യാഗ്രഹി കണ്ടംസ് സിൻ. ഒരു സത്യാഗ്രഹി എന്തായിരിക്കണം? ഒരു സത്യാഗ്രഹി തിന്മയെ വെറുക്കണം. ബട്ട് ഡസൻറ്റ് കണ്ടം ദ സിന്നർ. ഒരിക്കലും ആരെ വെറുക്കാൻ പാടില്ല? തിന്മ ചെയ്യുന്നവനെ വെറുക്കാൻ പാടില്ല. തിന്മയെ വെറുക്കണം. ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ വെറുക്കണം. പക്ഷെ തെറ്റ് ചെയ്യുന്നവൻ എന്ത് ചെയ്യാൻ പാടില്ല? വെറുക്കാൻ പാടില്ല. അതിൻ്റെ കാരണം എന്താണ്? ദ സത്യാഗ്രഹി ബിലീവ്സ്. സത്യാഗ്രഹി വിശ്വസിക്കുന്നത് എന്താണ്? ദാറ്റ് ദ കോൺഷ്യൻസ് ഓഫ് ദ സിന്നർ ക്യാൻ ബി അവേക്കൻഡ്. ഒരു കുറ്റവാളിയുടെ അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്യുന്നവരുടെ, ഒരു കുറ്റം ചെയ്യുന്നവരുടെ മനസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അയാളെ നമുക്ക് പരിഷ്കരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കുറ്റം ചെയ്യുന്ന ആളെ നമ്മൾ വെറുക്കാൻ പാടില്ല. മറിച്ച് എന്താണ് വെറുക്കേണ്ടത്? കുറ്റത്തെയാണ് നമ്മൾ വെറുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ആശയമാണെന്ത്? സത്യാഗ്രഹം. സത്യാഗ്രഹം എപ്പോഴും എന്തിനെ ഹോൾഡ് ചെയ്തുകൊണ്ടുള്ളതാണ്? സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ളതാണ് സത്യാഗ്രഹ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ കൊടുത്തിരിക്കുന്നത്? പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഏർലി ആക്ടിവിറ്റീസ് ഓഫ് ഗാന്ധിജി ഓൺ ഹിസ് റിട്ടേൺ ഫ്രം സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ആദ്യം ഗാന്ധിജി ചെയ്തത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ്. നമ്മളിവിടെ പറഞ്ഞു അല്ലേ, എന്തൊക്കെയാണ് ചെയ്തത്? അദ്ദേഹം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചു. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹം ആശ്രമം ഉണ്ടാക്കി. അതുപോലെ തന്നെ സമരത്തിന് വേണ്ടി അദ്ദേഹം സത്യാഗ്രഹ എന്നുള്ള സമരമുറ അവതരിപ്പിച്ചു. ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. റെഡി അല്ലേ? അതിന് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? ദെൻ ഏർലിയർ മൂവ്മെൻറ്റ്സ്. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഗാന്ധിജിയുടെ ആദ്യത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. The first strike led by Gandhiji in India was the Champaran Satyagraha in 1917. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം, ഗാന്ധിജി നയിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സമരമാണിത്. 1917 നടന്ന ചമ്പാരൻ സത്യാഗ്രഹ. 1917 നടന്ന ചമ്പാരൻ സത്യാഗ്രഹയാണ് ഗാന്ധിജിയുടെ ഇന്ത്യത്തെ ആദ്യത്തെ സമരം. It was against the exploitation of indigo farmers of Champaran in Bihar by the British planters. ബീഹാറിലുള്ള നീലം കൃഷി ചെയ്യുന്ന നീലം കർഷകരുടെ പ്രശ്നങ്ങളെ, അവരെ ബ്രിട്ടീഷുകാർ നിരന്തരമായി ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ചൂഷണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഒരു സത്യാഗ്രഹയാണ് ഇത്, ചമ്പാരൻ സത്യാഗ്രഹ. എവിടെയാണ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത്? ബീഹാറിലാണ് അല്ലേ? എന്തായിരുന്നു പ്രശ്നം? നീലം കൃഷി ചെയ്യുന്ന തോട്ടം തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ആസ് എ റിസൾട്ട്, ആ ചമ്പാരൻ സത്യാഗ്രഹയുടെ റിസൾട്ട് എന്തായിരുന്നു? ദ ബ്രിട്ടീഷ് വർ കമ്പൽഡ് ടു അഡോപ്റ്റ് മെഷേഴ്സ് ദാറ്റ് ബ്രോട്ട് റിലീഫ് ടു ദ ഫാമേഴ്സ്. ബ്രിട്ടീഷുകാരെ കർഷകർക്ക് അനുകൂലമായി അവരുടെ തീരുമാനങ്ങളെ മാറ്റാൻ നിർബന്ധിതരായി എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ റിസൾട്ട്. ദെൻ ഇൻ 1918
Gandhiji led another strike for the wage hike of cotton mill workers in Ahmedabad. അഹമ്മദാബാദിലെ കോട്ടൺ മില്ലിലെ തൊഴിലാളികൾക്ക് കൂലി വർദ്ധിപ്പിക്കാൻ അവർക്ക് വളരെ തുച്ഛമായ കൂലിയാണ് നൽകിയിരുന്നത്. അവർക്ക് കൂലി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗാന്ധിജി ഏറ്റെടുത്ത ഒരു സമരമായിരുന്നു 1918 എവിടെയാണ്? അഹമ്മദാബാദിൽ. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഹങ്കർ സ്ട്രൈക്ക് എവർ എംപ്ലോയ്ഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരമാണ് ഏത്? 1918 അഹമ്മദാബാദിലെ മിൽ വർക്കേഴ്സിൻ്റെ വേജ് കൂട്ടാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള സമരം. ഗാന്ധിജി പട്ടിണി കടന്നു. എന്താണ്? ഇവർക്ക് കൂലി കൂട്ടിക്കൊടുത്തിട്ടല്ലാതെ, ഇവരുടെ കൂലി വർദ്ധിപ്പിച്ചിട്ടല്ലാതെ ഇനി ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല എന്നുള്ള ആ ഒരു തീരുമാനം ഗാന്ധിജി എടുത്തു. അവസാനം എന്ത് ചെയ്യേണ്ടി വന്നു? അവർക്ക് കൂലി വർദ്ധിപ്പിച്ച് കൊടുക്കാൻ അതിൻ്റെ മാനേജ്മെൻറ്റ് തയ്യാറാവേണ്ടി വന്നു. ദെൻ ഇൻ ദ സെയിം ഇയർ 1918 തന്നെ ഖേദ ഇൻ ഗുജറാത്തിലെ ഖേദയിൽ വാസ് സ്ട്രക്ക് ബൈ എ നാച്ചുറൽ കലാമിറ്റി ആൻഡ് ദർ വാസ് എ ഇമ്മൻസ് ക്രോപ്പ് ഫെയിലിയർ. അതേ വർഷം തന്നെ ഗുജറാത്തിലെ ഖേദയിൽ ഒരു നാച്ചുറൽ പ്രകൃതിക്ഷോഭമുണ്ടായി, പ്രകൃതി ദുരന്തമുണ്ടായി. എന്താണ്? അതിൻ്റെ ഫലമായിട്ട് വലിയ രീതിയിൽ വിളകൾ നശിച്ചു. വലിയ പ്രകൃതിക്ഷോഭമുണ്ടായതിൻ്റെ ഫലമായിട്ട് വിളകളൊക്കെ പാടെ നശിച്ചു പോയി. ദ പെസൻസ് ഓഫ് ഖേദ അപ്പീൽഡ് ടു ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫോർ ടാക്സ് റിലാക്സേഷൻ. അങ്ങനെ പ്രകൃതി ദുരന്തമുണ്ടായിട്ട് വിളകളൊക്കെ നശിച്ചു പോയത് കൊണ്ട് തന്നെ അവർക്ക് നികുതിയിൽ ഇളവ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഖേദയിലുള്ള കർഷകർ എന്ത് ചെയ്തു? അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ദ അപ്പീൽ വാസ് റിജക്റ്റഡ് ബൈ ദ അതോറിറ്റീസ്. പക്ഷേ ബ്രിട്ടീഷുകാർ അത് സ്വീകരിച്ചില്ല. അവർ ആ ഒരു അപേക്ഷ റിജക്റ്റ് ചെയ്തു. എന്തിനുള്ള അപേക്ഷയായിരുന്നു? നികുതി കുറച്ച് കൊടുക്കാൻ, ടാക്സ് റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ആ അപേക്ഷ അവർ നിരസിച്ചു. ഗാന്ധിജി കോൾഡ് ഫോർ സ്ട്രൈക്ക് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അതോടുകൂടി ഗാന്ധിജി എന്ത് ചെയ്തു? അവിടുത്തെ ആളുകളൊക്കെ കൂട്ടിയിട്ട് സമരം സംഘടിപ്പിച്ചു. എന്താണ്? നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. നിങ്ങൾ ആരും നികുതി കൊടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നികുതിയിൽ നിന്ന് പിൻവലിപ്പിച്ചുകൊണ്ട് ഗാന്ധിജി ഒരു നികുതി നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമരം അവിടെ നടത്തുകയുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഗാന്ധിജിയുടെ ആദ്യത്തെ സമരങ്ങളാണ്. ഏതൊക്കെയാണ്? ചമ്പാരനിൽ നടത്തിയിട്ടുള്ള സമരം 1917, 1918 അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ സമരം, അതുപോലെ തന്നെ 1918 ഗുജറാത്തിലെ ഖേദയിലെ കർഷകർക്ക് നികുതി ഇളവിന് വേണ്ടി നടത്തിയിട്ടുള്ള സമരം. ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ ഏർലിയർ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? വായിച്ച് നോക്കാം. How do the strategies of the earlier movements led by Gandhiji differ from that of extremist movement? ഗാന്ധിജിയുടെ സമര രീതികൾ നേരത്തെ ഉണ്ടായിരുന്ന എക്സ്ട്രീമിസ്റ്റിൻ്റെ അല്ലേ തീവ്രവിഭാഗത്തിൻ്റെ സമര രീതികളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? മുമ്പൊരു ചാപ്റ്ററിൽ നമ്മൾ എക്സ്ട്രീമിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബംഗാൾ വിഭജനത്തെക്കുറിച്ച് അല്ലേ, ചൗരി ചൗര സംഭവത്തെക്കുറിച്ച്, അതുപോലെ തന്നെയുള്ള വിഷയങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയും ഗാന്ധിജിയുടെ സമര രീതിയും തമ്മിൽ എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് എഴുതാനാണ്. പ്രിപ്പയർ എ നോട്ട് ബേസ്ഡ് ഓൺ യുവർ ഡിസ്കഷൻ. ഓക്കെ, ഗാന്ധിജിയുടെ ഒരു വ്യത്യാസത്തെ കാണിക്കുന്ന ഒരു ഡിസ്കഷൻ നിങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ടിങ് ക്ലാസ് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഗാന്ധിജി എന്നുള്ള ഹെഡിങ്ങിൽ വളരെ ഷോർട്ടായിട്ട് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഫോളോ അപ്പ് വർക്കായിട്ട് നിങ്ങൾക്ക് തരുന്നത്. ഗാന്ധിജി എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഫോളോ അപ്പ് വർക്കായിട്ട് നിങ്ങൾക്ക് തരുന്നത്. മാക്സിമം 10 സെൻറ്റൻസ് ആണ് കേട്ടോ, പരമാവധി 10 സെൻറ്റൻസ്. അതിനകത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളത് തയ്യാറാക്കുക. ടെക്സ്റ്റിനകത്തുള്ള തന്നെ വേണമെന്നില്ല, ടെക്സ്റ്റിന് പുറത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് അതിനകത്തേക്ക് ഉൾപ്പെടുത്താം. ഓക്കെ.